പിന്നെ ഉറക്കൊന്ന് ക്രമീകരിക്കണം. ഇപ്പോൾ എങ്ങനെ ഉറങ്ങണതെന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് നേരത്തെ ഉറങ്ങുക എന്നുള്ളത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഏത് വൈദ്യശാസ്ത്രം അനുസരിച്ചും ആരോഗ്യപരമാണ്. റമദാനിൽ എന്തായാലും അത് ചെയ്യണം. എന്തുകൊണ്ട്? അത്താഴത്തിന് എഴുന്നേൽക്കാനുള്ളതാണ്. അത്താഴം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ആ ലക്ഷ്യം. നേരെ മറിച്ച് ഒരു 1-2 മണിക്കൂർ മുന്നേ, സുബഹയുടെ മുന്നേ എഴുന്നേൽക്കുക, അതിൻ്റെ അവസാന ഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ അത്താഴം കഴിക്കൽ. നേരെ മറിച്ച് അതിൻ്റെ മുമ്പ് കുറേ സംഗതികൾ നടക്കാനുണ്ട്. തഹജ്ജുദ്, വിത്ർ പറ്റുമെങ്കിൽ അവസാനത്തേക്ക് മാറ്റി നിർത്തലാണ് നല്ലത്. പക്ഷേ അവസാനത്തിലേക്ക് വെച്ചാൽ വിത്ർ നഷ്ടപ്പെടുമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടതാണ് വേണ്ടത്. പിന്നെ ഖുർആൻ പാരായണം, ദിക്ർ, തൗബ, പ്രാർത്ഥന, ഒരു പുതിയ ശീലത്തിലേക്ക് നമ്മൾ ഉയരും. ഇതൊക്കെ നടന്നിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണ് അത്താഴം കഴിക്കൽ. ഒരു 10-15 മിനിറ്റ് മുമ്പ് അത്താഴം കഴിച്ച് ഫ്രീ ആയി, വായൊക്കെ വൃത്തിയാക്കി, വെള്ളം കുടിക്കേണ്ടതൊക്കെ കുടിച്ച്, ഔഷധം സേവിക്കേണ്ടവരൊക്കെ അതൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടെ ഇങ്ങനെ പള്ളിയിലിരിക്കണം, വാങ്ങും പ്രതീക്ഷിച്ചിട്ട്. ആ ഇരുത്തത്തിൻ്റെ പ്രതിഫലം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല.